കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നാദിർ ഷാ. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. ഹായ്, ഞാൻ നാദിർ ഷാ. നമ്മുടെ ബൈക്കുകളിൽ ഉള്ളതുപോലെ ഇന്ധനം റിസർവ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്തുകൊണ്ടാണ് മറ്റു വാഹനങ്ങളിൽ ഇല്ലാത്തത് എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഞാൻ പറയട്ടെ. സാധാരണ ബൈക്കുകളിൽ പെട്രോൾ ടാങ്കിൽ നിന്നും കാർബറേറ്ററിലേക്ക് പോകുന്ന ഒരു ചെറിയ ട്യൂബുണ്ട്. ആ ട്യൂബിനെയും ടാങ്കിനെയും ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് ഫ്യൂവൽ കോക്ക് അഥവാ ഫ്യൂവൽ സ്റ്റെയിനർ എന്ന ഒരു പാർട്ടുണ്ട്. ആ ഫ്യൂവൽ സ്റ്റെയിനറിൽ ആണ് നിങ്ങൾ മെയിനും റിസർവും ആക്കുന്നത്. എന്നാൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സാങ്കേതിക വിദ്യയുള്ള ബൈക്കുകളിൽ മെയിൻ റിസർവ് ഓപ്ഷൻ ഇല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അവയിൽ ഫ്യൂവൽ പമ്പ് ഉപയോഗിക്കുകയാണ് എപ്പോഴും ചെയ്യുന്നത്. ഫ്യൂവൽ സ്റ്റെയിനർ ടാങ്കിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ നിന്നും 2 ചെറിയ ട്യൂബ് പോലുള്ള ഫിൽറ്ററുകൾ ഉണ്ട്. ഈ ട്യൂബുകളിൽ ഒന്ന് വലുതും മറ്റൊന്ന് ചെറുതുമായിരിക്കും. വണ്ടിയിൽ അടിക്കുന്ന പെട്രോൾ വലിയ ട്യൂബ് ഫിൽറ്റർ നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ അത് മെയിൻ ആയിരിക്കും. അവിടെ നിന്നും താഴ്ന്ന് ചെറിയ ഫിൽറ്ററിൽ എത്തിയാൽ അത് റിസർവ് ആകും. എന്നാൽ കാറുകളിൽ പുറകിലോ വശത്തോ ആണ് ടാങ്ക്. അവിടെ നിന്നും ഫ്യൂവൽ പമ്പ് പ്രവർത്തിക്കുന്നതിനനുസരിച്ച് കാർബറേറ്ററിലോ ഇഞ്ചക്ടറിലോ ഇന്ധനം എത്തുകയും അവിടെ നിന്നും മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സാഹചര്യത്തിൽ മെയിനും റിസർവും എവിടെയാണ് ഘടിപ്പിക്കുക? ഇനിയുള്ള ഫ്യൂവൽ ഫിൽറ്റർ ആണെങ്കിൽ ചില വണ്ടികളിൽ ടാങ്കിൻ്റെ അടിയിലോ വശത്തോ ഒക്കെയാണ് ഇത്. എന്നാൽ ഇന്നത്തെ സെൻസർ രീതിയിലുള്ള വണ്ടികളിൽ മഞ്ഞ, ചുവപ്പ് ലൈറ്റ് പോലുള്ള വാണിംഗ് ഒക്കെ റിസർവിന് തരാറുണ്ട്. ഈ വാണിംഗ് മനസ്സിലാക്കി എണ്ണയുടെ തോത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഞാൻ പറയട്ടെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് നാദിർ ഷാ. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.